തിരുവനന്തപുരത്ത് വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ ശക്തമായ നടപടിയെന്ന് മേയർ വി രാജേഷ്. പരിശോധനയിൽ വീഴ്ച കണ്ടെത്തിയ 48 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയെന്നും മേയർ അറിയിച്ചു. 95 സ്ഥാപനങ്ങളിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ 95 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 48 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതായിട്ട് ഉള്ള വിവരം അവർക്ക് ലഭിച്ചു. അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 48 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 57,500 രൂപ പിഴയായിട്ട് ഈടാക്കി. അവയ്ക്കെല്ലാം തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരിവിടെ ഹാജരായി അടുത്ത നടപടികളിലേക്ക് കടക്കും. തെരുവ് നായശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികളുടെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിച്ചുവെന്നും തിരുവനന്തപുരം മേയർ വി രാജേഷ് വ്യക്തമാക്കി. പേട്ടയിലെ ABC പ്രവർത്തനം ശക്തിപ്പെടുത്തിയെന്നും മേയർ കൂട്ടിച്ചേർത്തു. തെരുവ് നായയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 30 ദിവസത്തിനകം തന്നെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ 50 തെരുവ് നായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിച്ചിട്ടുണ്ട്. അവ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ടം ഇന്ന് രാവിലെ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ പേട്ടയിൽ ABC പ്രവർത്തനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഞങ്ങളിൽ ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാമെന്ന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.